ആറ്റുകാൽ പൊങ്കാല കലക്കണം എന്നാണ് പാളയം ഇമാം VP സുഹൈദ് മൗലവി പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഒരു ഇമാം പറയുമ്പോൾ ഞെട്ടലോടെയാണ് കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ഇതിനെ കേൾക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് ആറ്റുകാൽ പൊങ്കാല കലക്കുമോ? ഇത്തരത്തിലാണ് എൻ്റെ ഒരു കാര്യങ്ങൾ. നല്ല കാര്യമാണ്. കാരണം തൃശ്ശൂർ പൂരം ലോക നിലവാരത്തിൽ എത്തിച്ചത് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരം കലക്കിയതുകൊണ്ടാണ്. ഇപ്പോൾ കുംഭമേള എന്ന് പറഞ്ഞൊരു സംഭവം അതിനകത്തൊരു തടസ്സമുണ്ടാക്കിയത് കൊണ്ടാണ് അത് ഏറ്റവും വലിയ വിജയത്തിലായി. അല്ലെങ്കിൽ അതിനകത്തത് നന്നാക്കുന്നതിന് വേണ്ടി അതുവരെ അതിനകത്ത് വരാത്ത ആൾക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഇറങ്ങി അത് വളരെ വൃത്തിയായി. അത് കഴിഞ്ഞാൽ ഇനി തുടർച്ചയായിട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പം ഇവിടെ കലക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് ഏതാണ്ട് ഒരു മാറ്റം വന്നതുപോലെ. കാരണം ആറ്റുകാൽ പൊങ്കാല ഈ പ്രാവശ്യം അല്ലെങ്കിൽ BJPയുടെ കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പം അതിനകത്ത് എന്തോ ചില തടസ്സങ്ങൾ എവിടെയൊക്കെയോ ഉണ്ടാവാൻ സാധ്യതയുള്ളതുപോലെയും അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ മേയർ അല്ലെങ്കിൽ BJP ഏറ്റെടുക്കുമ്പോൾ അത് മുമ്പുള്ളതിനേക്കാട്ടിൽ വൃത്തികേടായി നടക്കുന്നു അല്ലെങ്കിൽ അവർക്കതിന് കഴിയത്തില്ല എന്ന് വരുത്തി തീർക്കാൻ ആരോ ഇടപെടുന്നത് പോലെയൊക്കെ തോന്നി. അതിനിടയ്ക്കാണ് ഈ ഡോക്ടർമാരുടെ സമരം വരികയും സമരത്തിനകത്ത് ഞങ്ങൾ പൊങ്കാലയ്ക്കകത്ത് പങ്കെടുക്കുന്നില്ല. ഇത് IMA എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഘടന. അവർ മസിൽ പിടിച്ചാണ് ആരെ അംഗീകരിക്കുന്ന ഒരവസ്ഥയൊന്നുമില്ല. അന്നേരമാണ് പൊങ്കാലയുടെ കാര്യത്തിൽ പറഞ്ഞത് ആരും വേണ്ട, ഒരു ഡോക്ടർമാരും വേണ്ട, ഡോക്ടർമാരെ ഞാൻ ഇറക്കിക്കോളാം എന്നുള്ള രീതിയിലേക്ക് രാജേഷ് സംസാരിക്കുകയും പിന്നെ പൊങ്കാല വേറൊരു സ്റ്റൈലിലേക്ക് പോവുകയാണ്. അതായത് പൊങ്കാല ഇതുവരെ ഇല്ലാത്തവണ്ണം വൃത്തിയാക്കുന്നതിന് വേണ്ടി രാജേഷ് അല്ലെങ്കിൽ കോർപ്പറേഷൻ തയ്യാറെടുക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ മീറ്റിംഗ് കൂടുന്നു, അതിൻ്റെ പത്രസമ്മേളനം കൊടുക്കുന്നു. ഇനി പൊങ്കാലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അത് പിണറായി വിജയൻ ഉണ്ടാക്കും എന്നുള്ള രീതിയിലേക്ക് വരികയും അപ്പം അവരും അതിനൊരു കുഴപ്പവും വരാത്ത രീതി, അതായത് പൊങ്കാല പൊളിയാതിരിക്കാൻ കോർപ്പറേഷനും ഒരുപക്ഷെ പിണറായി വിജയനും CPM ഒന്നിച്ച് ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയ സമയത്താണ് ഇതുവരെ ഈ പ്രസ്താവന നമ്മൾ കേട്ടിട്ടില്ല. പാളയമ്മാൻ പറയുന്നു പൊങ്കാല വൃത്തിയാക്കണം, പൊങ്കാല ഏറ്റവും ശ്രേഷ്ഠമാക്കണം. ഇതുപോലെ ഒരു പുണ്യപ്രവൃത്തി നമ്മളുടെ ഈ വ്രത അനുഷ്ഠാന അല്ലെങ്കിൽ ഈ കാലത്ത് വ്രതം നോക്കുന്ന കാലത്ത് ഉണ്ടാവാനില്ല. കാരണം ആ കുഞ്ഞുങ്ങൾ വരുന്നു, സ്ത്രീകൾ വരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആചാരം, അത് ഹിന്ദുക്കളുടെ ആചാരം, അത് ഏറ്റെടുത്തിരിക്കണം. പള്ളികൾ തുറന്നു കൊടുക്കണം. ഈ നൊയമ്പ് കാലമാണെങ്കിലും നമ്മുടെ നൊയമ്പിൻ്റെ അല്ലെങ്കിൽ നൊയമ്പിൻ്റെ വിഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അവരെ പരിപാലിക്കണം. അതൊരു പുണ്യപ്രവൃത്തിയാണ്. ഇത് വല്ലാത്തൊരു മാറ്റമാണ്. ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞാൽ ദൈവനിന്ദയാണോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലിരിക്കുന്നവർക്ക് പോലും അത് പറയാൻ പാടുണ്ടോ, അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറയുന്ന അവസരത്തിൽ ഇപ്പം പല മുസ്ലിം മതമേലധ്യക്ഷന്മാരുടെയും രീതികൾക്ക്, വർത്തമാനത്തിന് ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഒരു ഭാഷ വരുന്നു. ഇപ്പം തന്നെ ഈ വയനാട്ടിൽ ചൂരൽമലയിൽ ഈ ടൗൺഷിപ്പ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പണിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു, അവർ പണിഞ്ഞു കൊടുക്കുകയും ചെയ്യും, വൃത്തിയായിട്ട് പണിഞ്ഞു കൊടുക്കും. ഏറ്റവും നല്ലപോലെ പണിഞ്ഞു കൊടുക്കുന്നത് അവരുടെ ആയിരിക്കും. അതിനുള്ള കഴിവ് അവർക്കുണ്ട്, സമ്പത്തും ഉണ്ട്. അവർ പറഞ്ഞാൽ സമ്പത്ത് കോടികൾ വരും എന്ന് പറഞ്ഞാൽ അവിടെ ആരാധനാലയങ്ങൾ കൂടി പരിഗണിക്കുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഒരാളുടെ ആരാധനാലയം മാത്രം പറ്റത്തില്ലല്ലോ. അപ്പം ആ രീതിയിലേക്ക് വരും. അതിനുശേഷം കാന്തപുരം കഴിഞ്ഞ ദിവസം പറയുന്നു ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. അതിന് മുമ്പ് സമസ്ത പറയുന്നു, സരസ്വതി ചേർന്ന് ഇവിടെ ഞങ്ങളുടെ ആചാരാനുഷ്ഠാനം അനുസരിച്ച് ജീവിക്കണം, വേറൊരാളെ വെറുപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരാളെ മുസ്ലിം സമുദായത്തിനകത്ത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ളതിനെ ഞങ്ങൾക്ക് അംഗീകാരമില്ല. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഈ പറയുന്ന ഹിന്ദുക്കൾ, അവരുടെ താല്പര്യം സംരക്ഷിച്ചേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇവിടെയില്ല. അപ്പോൾ ഇതൊരു വല്ലാത്ത വികാരമാണ്. ഈ വികാരം പാളയമ്മാൻ പറഞ്ഞ ഈ വികാരം പൊങ്കാല ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയുകയും ആ മുസ്ലിം സഹോദരങ്ങളെ അതിനെ അതേ രീതിയിൽ ഏറ്റെടുക്കാൻ നമ്മൾ ഇതിനകത്ത് വേറൊരു വലിയ കാര്യം കാണണം. ഇതും നമ്മൾ മലപ്പുറത്ത് ഈ സമയത്ത് കടകൾ തുറക്കാതെയും വെള്ളം കിട്ടാതെയും ആൾക്കാർ അലയുന്നു എന്നുള്ള ആരോപണം ഉള്ളപ്പോഴാണ് നൊയമ്പെടുക്കുന്നത് നമ്മളാണ്. അവർക്ക് പള്ളികൾ തുറന്നു കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നോമ്പ് കാലത്ത് ഉപയോഗിക്കുന്ന എല്ലാ വിശിഷ്ട ഭക്ഷണവും അവർക്ക് നൽകണം, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഏറ്റവും വലിയ വലിപ്പത്തിൽ പരിപാലിക്കണം, പൊങ്കാല വിജയിപ്പിക്കണം. വല്ലാത്തൊരു മെസ്സേജ് അല്ലേ സാർ? അല്ല, ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മളുടെ കേരളം മുന്നോട്ട് പോകേണ്ടത്. അതെ അതെ. അതായത് പൊങ്കാലയെ എങ്ങനെ മിന്നിക്കാം,
എന്ന ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിനകത്തുള്ളത്. അതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പ്രശാന്ത് സൂചിപ്പിച്ച ഈ മലപ്പുറം പ്രശ്നമുണ്ടല്ലോ, മലപ്പുറത്ത് നോമ്പ് കാലത്ത് കട തുറക്കാതിരിക്കുകയും വെള്ളം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പരാതിയാണ്. പ്രത്യേകിച്ച് BJPയുടെയും RSSൻ്റെയും കൂടി പരാതിയാണ്. അത് യഥാർത്ഥത്തിൽ ഈ പാളയം ഇമാം പരിഹരിച്ചിരിക്കുന്നു. നോയമ്പ് കാലത്ത് ഞങ്ങൾ പള്ളികൾ തുറന്നു തരും, ഞങ്ങളുടെ കടകൾ തുറന്നു തരും, ഞങ്ങളുടെ വീടുകൾ തുറന്നു തരും, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരും, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരും, വരിക സഹോദരരെ. എവിടെ നിന്ന് വരുന്ന ആളുകളെയും ഞങ്ങൾ ആതിഥേയരായിട്ട് അതിഥികളായി കണക്കാക്കി ഞങ്ങൾ ആതിഥ്യരായി നിൽക്കും. ഈ ആതിഥേയം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. പ്രത്യേകിച്ച് ഈ വ്രതശുദ്ധിയുടെ കാലം, പരിശുദ്ധമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു കാലമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്രതകാലം, അല്ലെങ്കിൽ നമ്മൾ മറ്റ് സാധാരണ രീതിയിലൊക്കെ പറയുന്ന നോയമ്പ് കാലം എന്ന് പറയും. അപ്പം അതുകൊണ്ട് വ്രതശുദ്ധി സമ്പൂർണ്ണമായിട്ട് സ്വാംശീകരിച്ച് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മാറുന്ന സ്നേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള ഒരു പ്രതലം നിർമ്മിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ പാളയം ഇമാമിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ചെറിയ സന്ദേശമായിട്ട് നമ്മൾ കണക്കാക്കരുത്, അത് വലുതാണ്, അതിൻ്റെ സാധ്യതകളും വലുതാണ് എന്നുള്ളതാണ്. കാരണം പൊങ്കാല എന്ന് പറയുന്നത് ഒരു ജനകീയമായ ഒരു ആചാരമായി മാറുന്നതിൻ്റെ സാധ്യത കൂടി അതിൻ്റെ അകത്തുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഹിന്ദുക്കളുടെ ഒരു ആചാരം മാത്രമല്ല അത് തിരുവനന്തപുരത്തെ മുഴുവൻ മനുഷ്യരുടെയും ആചാരമാക്കി അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. പോകുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് അവിടെയാണല്ലോ അതിൻ്റെ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത്. എല്ലാം അവർക്ക് പ്രാദേശിക അവധിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഉത്സവമായി, തിരുവനന്തപുരത്തിൻ്റെ ഉത്സവമായിട്ട്, അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് അതിങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ ഇവരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. ഒപ്പം എനിക്ക് തോന്നുന്നു അവിടെയുള്ള ക്രിസ്തീയ സഭകൾ കൂടി ഇത്തരത്തിലുള്ള ഒരു സമീപനം എടുത്താൽ വളരെ രസകരമായ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഇക്കാര്യത്തിലുണ്ടാകും. ഇത് ഇവർ ചെയ്യുമ്പോൾ തിരിച്ച് ഇവരുടെ ഉത്സവങ്ങൾ വരുന്ന സമയത്ത്, മുസ്ലിം പെരുന്നാൾ വരുന്ന സമയത്തും ക്രൈസ്തവ പെരുന്നാൾ വരുന്ന സമയത്തൊക്കെ അതിനെ സ്വാഗതം ചെയ്യും. അതിനെ ആഘോഷമായിട്ട് മാറ്റുകയൊക്കെ ചെയ്യാനായിട്ട് ഹിന്ദു സഹോദരന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ രസകരമായ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ലഭ്യമാകും. അതിന് ഇതൊരു തുടക്കമാകുന്നത് നല്ലതാണ്. അല്ല, എനിക്ക് തോന്നുന്നത് സാധാരണ ഈ ഓണവും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ ഇതൊന്നും നമ്മുടെ ആചാരങ്ങളല്ല, അതുകൊണ്ട് ഇത് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഉസ്താദന്മാര് അല്ല അങ്ങനത്തെ കുറെ ആളുകൾ ഇന്നും ഉണ്ടാവും. നമുക്ക് അത് മനസ്സിലായി. അത് ഏത് മതത്തിലായില്ലത്, ഹിന്ദു മതത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുമുണ്ട്, മുസ്ലിം മതത്തിലുമുണ്ട്. അത് കുറേ വളരെ ഇടുങ്ങിയ പിഗ്മി മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യർ മാത്രമാണ്. അവരാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാർ. അവരാണ് തുടങ്ങുന്നത്. പിന്നെ അത്ര ബോധമില്ലാത്ത കുറേ പ്രാന്തം വരാൻ്റെ കൂടെ കൂടി കഴിയുമ്പോൾ അത് വർഗീയ കലാപമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവരെ തിരിച്ചറിയുകയും തിരുത്തുകയും തിരുത്താൻ പറ്റിയില്ലെങ്കിൽ തള്ളുകയും ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അവനത് പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മളത് ഏറ്റുപിടിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നിടത്താണ് ഈ പാളയം ഇമാം ഒരു വ്യത്യസ്തനാകുന്നത്. ഇപ്പൊ പള്ളികൾ തുറന്നിടുക, മസ്ജിദുകൾ നിങ്ങൾ തുറന്നിട്ട് നൽകുക എന്നൊക്കെ പറയുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് എല്ലാ വീടുകളും വരുന്ന അതിഥികളുടെ വീടുകൾ കൂടിയാണ്. കാസർഗോഡ് നിന്നോ മലപ്പുറത്തു നിന്നോ അല്ലെങ്കിൽ പാലക്കാട് നിന്നോ എവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പൊങ്കാലയിടാൻ അമ്മമാര് എത്തിയാലും എല്ലാ വീടുകളും ഒരുക്കി കൊടുക്കും. അത് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിശാല മനസ്കത എന്ന് പറയുന്നത് എക്സ്പോസർ ആവുകയാണ് ചെയ്യുന്നത്. അത് കരുതിയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. മലപ്പുറത്ത് നമ്മൾ ചെല്ലുന്നത് അങ്ങനെയല്ല, അടഞ്ഞ കടയിൽ അന്വേഷിച്ചാണ് എവിടെ തുറന്നത് നോക്കാൻ. ഇവിടെ അങ്ങനെയല്ല, തുറന്ന വീടുകൾ, തുറന്ന പള്ളികൾ, തുറന്ന മനസ്സുകൾ. എന്ത് രസമാണല്ലേ. പിന്നെ അങ്ങനെ ആവണം, കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.